കുക്കികളുമായി സർക്കാർ നടത്തിയ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ ദേശീയപാത 2 തുറക്കാനുള്ള തീരുമാനവും ഇന്ന് വന്നു. കുക്കികളുടെ സംഘടനയുമായി നടത്തിയ സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ തീരുമാനം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും മണിപ്പൂർ സർക്കാരുമാണ് കുക്കി സംഘടനകളുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയത്. അർജുൻ പീതാംബരൻ, അർജുൻ, സമാധാനത്തിലേക്കുള്ള പാത തുറക്കുകയാണ്. രതീഷ, സമാധാനത്തിലേക്കുള്ള പാത തുറക്കുകയാണ്. അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് ഇപ്പോൾ NH2 തുറക്കാൻ വേണ്ടിയിട്ടുള്ള ധാരണ ആയിരിക്കുന്നത്. അതൊരു സമാധാന ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഈ ധാരണ ആയിട്ടുള്ളത്. സമാധാന ധാരണയിൽ, അതായത് ഒരു ത്രികക്ഷി സമാധാന ധാരണയിൽ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരും മണിപ്പൂർ സർക്കാരും അതുപോലെ തന്നെ കുക്കി സംഘടനകളും. അതിൽ കുക്കി സോക്ക് സംഘടനകളുണ്ട്, ഒപ്പം തന്നെ കുക്കിയുടെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ചുള്ള സംഘടനയും എല്ലാം തന്നെ ഇതിലുണ്ട്. ചില നിബന്ധനകളടക്കം വെച്ചിട്ടാണ് ഇപ്പോൾ ഈ കരാറിന് ധാരണയായിരിക്കുന്നത്. 1 വർഷത്തേക്കാണ് കരാറിൻ്റെ കാലാവധി വരുന്നത്. അതിൽ പ്രധാനമായിട്ടും പൂർണ്ണമായിട്ടുള്ള സമാധാനം മാത്രമല്ല, ഈ സംഘർഷ ബാധിത മേഖലയിൽ നിന്നും ഈ കുക്കികളുടെ ക്യാമ്പുകൾ മാറ്റി സ്ഥാപിക്കുക, ആയുധങ്ങളെല്ലാം തന്നെ സറണ്ടർ ചെയ്യുക, സമീപത്തുള്ള CRPF സ്റ്റേഷനുകളിൽ അതല്ലെങ്കിൽ BSFന്റെ ക്യാമ്പുകളിലേക്ക് ആയുധങ്ങളെല്ലാം തന്നെ മാറ്റുക തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ ധാരണയായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മണിപ്പൂരിൻ്റെ പ്രാദേശിക അഖണ്ഡത അത് കാത്തുരക്ഷിക്കാനും ഒപ്പം തന്നെ ഈ ഒരു പൂർണ്ണമായിട്ടുള്ള സമാധാനത്തിലേക്ക്, സംഘർഷമെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ചർച്ചകൾ കൂടി വഴിവെച്ച് അതിലേക്ക് കൂടി പോകാമെന്നുള്ള കാര്യമൊക്കെയാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. മണിപ്പൂരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടാണ് ദേശീയപാത തുറക്കുന്നത്. പ്രത്യേകിച്ചും നാഗാലാൻഡും അതുപോലെ നോർത്ത് ഈസ്റ്റിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും എല്ലാം ഉള്ള ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. അതിലൂടെ അവശ്യ സാധനങ്ങളുടെ ഒരു കടന്നുപോക്ക് സംസ്ഥാനത്തിനകത്തേക്കും പുറത്തേക്കും വളരെ എളുപ്പത്തിൽ സാധിക്കും. ഈ മാസം 13, 14 തീയതികളിൽ പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകുമെന്നും റിപ്പോർട്ടുണ്ട്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ല. അതിന് മുന്നോടിയായി ഇത്തരത്തിലൊരു സമാധാന കരാർ വരുന്നത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. പൂർണ്ണമായിട്ടുള്ള സമാധാനത്തിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകൾ കൂടിയാണ് അവിടെ തരുന്നത്. ശരി, മണിപ്പൂരിൽ നിന്ന് ആശ്വാസകരമായ വാർത്തയാണ് ഈ ഓണക്കാലത്ത് വരുന്നത്. അർജുൻ പീതാംബരനാണ് ആ വിവരങ്ങൾ നൽകിയത്.